ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കർക്കിടക മാസമാണല്ലോ. ഇപ്പം പഞ്ഞമാസമാണെന്നും രോഗപീഠകളുടെ കാലമാണെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ ശരീരം സംരക്ഷിക്കേണ്ട ഒരു കാലഘട്ടം കൂടെയാണ്. അപ്പം നമ്മൾ കുറച്ച് ഔഷധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കൂടെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് അത്രയും നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഐറ്റമാണ് ആശാളി എന്ന് പറയും. ഇത് നമ്മുടെ അങ്ങാടി കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് സാധാരണയായിട്ട് വെയിറ്റ് ലോസ്, പിന്നെ ദഹനത്തെ സഹായിക്കുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നുണ്ട്, പിന്നെ നമ്മുടെ സ്കിന്ന്, ഹെയർ ഇതിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ കാൽഷ്യം, അയൺ, വിറ്റാമിൻ, ഫൈബർ ഇതെല്ലാം ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഇതിൻ്റെ 1.5 സ്പൂണ് ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ അല്പം പഞ്ചസാര കൂടെ ചേർത്ത് ഒന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു മണിക്കൂറോളം ഇരുന്നാൽ ഇത് അത്രയും നന്നായിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് വരും കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഇനി 1.5 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, വാനില കസ്റ്റാർഡാണ്. അതിലേക്ക് 1/2 ഗ്ലാസ് പാലൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാനിൽ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഈ ഒന്നൊന്നര ഗ്ലാസ് നമുക്ക് പാലിപ്പോൾ ചേർക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ്സേ ചേർത്തുള്ളൂ. അതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അത് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തീ ഒന്ന് കുറച്ചിട്ട് നമ്മൾ കുതിർക്കാൻ വെച്ചിരുന്ന ആശാളി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഹലിം സീഡ് അല്ലെങ്കിൽ റെഡ് സീഡ് എന്നൊക്കെ പറയും. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റായിട്ട്. അപ്പോൾ അത് ഈ ഒരു കണക്കിന് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ കസ്റ്റാർഡിലോട്ട് നമ്മൾ ചേർക്കാം കേട്ടോ. ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്നുകൂടെ ഒന്ന് തീ കൂട്ടി വയ്ക്കാം നമുക്ക് ഈ സമയം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, ഞാനിപ്പോൾ ഒരു 3-3.5 ടേബിൾ സ്പൂണ് പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. പഞ്ചസാര എത്രത്തോളം വേണോ അത്രയും ചേർക്കാം. ഇല്ല, നിങ്ങൾ ഈ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് തേന് ചേർക്കാം. തേന് ചേർക്കണമെങ്കിൽ എല്ലാം ഇറക്കി വെച്ചതിന് ശേഷം വേണം തേന് ചേർക്കാൻ. ഒന്ന് തണുത്ത ശേഷം വേണം തേന് ചേർക്കാൻ. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു കണക്കിനാണ് ഇപ്പോൾ ഇത് അധികം കുറുകി പോകരുത്, അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഡ്രിങ്ക് ആയിട്ടൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ല, ഇതൊന്ന് തണുപ്പിച്ച് ഒരു ഐസ്ക്രീം മെത്തേഡിൽ അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ട്യൂട്ടി ഫ്രൂട്ടിയോ നട്ട്സോ എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വളരെ നമ്മുടെ ശരീരത്തിൽ വളരെ കൂളൻ്റായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.